അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഹൃദയത്തിൽ തട്ടുന്ന പല അനുഭവങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. ഈ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കാണ് താഴെ തട്ടിൽ ലഹരിയുടെ വ്യാപനമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ പല സ്കൂളും കോളേജുമായിരുന്നു നമ്മളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഈ പല സ്കൂളുകളിലും പല കോളേജുകളിലും നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവിടെയുള്ള ഈ അധ്യാപകരും വിദ്യാർത്ഥികളും അല്ലെങ്കിൽ രക്ഷിതാക്കളും ഒക്കെ നമ്മളോട് പറഞ്ഞു, പ്രത്യേകിച്ച് സ്കൂളിലാണ്. ഈ സ്കൂളിൽ കഴിഞ്ഞ വർഷം 2-3 കേസുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അത് അങ്ങ് പറഞ്ഞു തീർത്തു, ആ കുട്ടികൾക്ക് TC കൊടുത്തു, പറഞ്ഞു തീർത്തു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരെപ്പോഴും അതിൻ്റെ റൂട്ടിലേക്ക് പോവുകയോ ഇത് എവിടുന്ന് വരുന്നു, ഇതിൻ്റെ വിതരണക്കാരാരാണ്, അവരെ കണ്ടെത്തുന്നതിന് ഒരു നടപടിയും സ്വീകരിച്ചില്ല. അവരൊക്കെ ആ സ്കൂളിൻ്റെ, ആ സ്ഥാപനത്തിൻ്റെ, ആ വീട്ടുകാരുടെ, കുട്ടികളുടെ റെപ്യൂട്ടേഷനെ കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ എന്നതാണ് നമ്മളെ അമ്പരപ്പിച്ച ഒരു കാര്യം. യഥാർത്ഥത്തിൽ റെപ്യൂട്ടേഷൻ പ്രധാനപ്പെട്ടതാണ്, അല്ല എന്നല്ല, പക്ഷെ അപ്പോഴും അവർ അതിൻ്റെ റൂട്ടിലേക്ക് പോയി യഥാർത്ഥം ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഒന്നും ശ്രമിച്ചില്ല. കുട്ടികളെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും, അവർക്ക് ബോധവൽക്കരണമുണ്ട്, കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്, അത് സാധിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ യഥാർത്ഥ കാരണം അവിടെ കിടക്കുകയാണ്. നമ്മൾ ആ കാരണത്തിന് ചികിത്സ കണ്ടെത്തിയില്ല എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിച്ച ഒരു കാര്യം. അത് പല സ്കൂളുകളിലും നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സ്വകാര്യമായി നമ്മളോട് പലരും പറഞ്ഞ ഒരു കാര്യമാണ്. മറ്റൊന്ന്, കോളേജുകളിലാണെങ്കിൽ പല കോളേജുകളും പറയുന്നുണ്ട് ആ കോളേജിൻ്റെ പരിസര പ്രദേശങ്ങൾ ഇത്തരം വിതരണക്കാരുടെ ഉപയോക്താക്കളുടെ ഒക്കെ കേന്ദ്രമാണ് എന്നവർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. പുറമേക്ക് നമ്മൾ ഇവിടെ ഒരു കുട്ടി പോലും ഇതിനടിമയാവില്ലെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഞങ്ങൾ അത്തരം ഒരു ഇടപാടുകാരെ ഈ പരിസരത്ത് അടുപ്പിക്കില്ല എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അത്തരക്കാരുടെ കേന്ദ്രങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പോയ പല സ്ഥലങ്ങളും.